പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ് ഒലോക്കോട് താണാവ് ജംഗ്ഷൻ. ഇവിടെ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും, അപകട മേഖല പതുക്കെ പോകുക എന്ന്. അപകട മേഖലയാണ്, പതുക്കെ പോകാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞില്ലെങ്കിലും വാഹനങ്ങൾക്ക് പതുക്കെ പോകുന്നുണ്ട്, കാരണം അത്രയേറെ കുഴികളുണ്ട്. ഇവിടെ കാണാം, ചെറിയ കുഴിയാണെന്ന് നമുക്ക് തോന്നാം, ചെറിയ കുഴികളുണ്ട്, പക്ഷെ ധാരാളം കുഴികളാണ്. ഈ കുഴിയിലൂടെ വേഗത്തിൽ പോകാൻ പറ്റില്ല. കുറച്ച് ദിവസം മുൻപ്, കുറേ കാലമായിട്ട് ഇവിടെ കുഴികളുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് ഇവിടെ കുഴി അടച്ചു, പക്ഷെ അപ്പോൾ വീണ്ടും വന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ആളുടെ പ്രതികരണം ഉണ്ട്, ഒരു ബൈക്ക് യാത്രക്കാരൻ്റെ പ്രതികരണം നമുക്ക് കേൾക്കാം. ചേട്ടാ, എന്താണ് റോഡ് ഇങ്ങനെ? റോഡ് ഇട്ടിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ആ മഴയത്ത് ഒരു ദിവസം ഇട്ട്, മഴ വരുമ്പോൾ ഇട്ടാണ്, അതോടുകൂടി അത് പോയി. ഇപ്പോൾ അവിടെയും വീണ്ടും ഓട്ടയാകാൻ തുടങ്ങി. ഓട്ടയടച്ചാണല്ലേ? ഓട്ടയടച്ചതാണ്. അത് എന്ത് ഓട്ടയടയ്ക്കണം മഴയത്ത്? അവിടെ ഒരു വണ്ടി കൊണ്ട് നിന്നിട്ട് 2-3 ആൾക്കാർ ഹിന്ദിക്കാരനും കൂടെ പണിയെടുപ്പിക്കും, ഓട്ടയടച്ച് അതാ പിന്നാലെ പോയി. ഈ വെയിലുണ്ടാകുമ്പോൾ അവർ ചെയ്യില്ല. എല്ലാം ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം കുഴി അടയ്ക്കുമ്പോൾ നേരെ അടയ്ക്കണം. ഇതിൽ നമുക്ക് കാണാൻ പറ്റും, കുഴി അടച്ചു എന്നേ ഉള്ളൂ, പക്ഷേ പെട്ടെന്ന് തന്നെ പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഓട്ടയടയ്ക്കുക എന്നൊക്കെ പാലക്കാടൻ ഭാഷയിൽ പറയുന്ന പോലെയാണ്. ഇത് വെറുതെ തട്ടിക്കൂട്ടിയിട്ട് സിമെൻ്റ് ഇട്ടു അല്ലെങ്കിൽ ടാറിട്ട് പോയി, പക്ഷേ ശരിക്കും അടഞ്ഞില്ല. ഇപ്പം മഴയില്ലാത്ത സമയത്തുണ്ട്, പക്ഷേ ആ സമയത്ത് അവർ പണി ചെയ്യില്ല. ഒലോക്കോട് ജംഗ്ഷൻ ഉണ്ട്. ഒലോക്കോട് പറഞ്ഞാൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പ്രധാന വഴിയാണ്. പാലക്കാട് നഗരത്തിൽ നിന്നുള്ളതും അതുപോലെ കോഴിക്കോട് നിന്ന് ഭാഗത്ത് നിന്ന് വരുന്നവരും എല്ലാ റോഡുകളും വരുന്ന വാഹനങ്ങൾ വരുന്ന ആ ഭാഗത്തും ഇതേപോലെ ചെറിയ ചെറിയ കുഴികളാണ്. പക്ഷേ അടച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും അടയ്ക്കാത്തതുകൊണ്ട് ഇപ്പോഴും ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുകയാണ്. നമുക്ക് യാത്രക്കാരുണ്ട്, നമുക്ക് ചോദിക്കാം. സ്ഥിരം യാത്ര ചെയ്യുന്നതാണ്, ഇവിടുത്തെ ഈ കുഴികൾ എന്താ ഇങ്ങനെ അടയ്ക്കാത്തത്? എന്താ പറയാ, ഒന്നും പറയാനില്ല. ഇവിടെ ഒരുപാട് പേര് വീണിട്ടും ഒരുപാട് പരിക്ക് പറ്റിയ ആൾക്കാരാണ് കൂടുതലും. വെള്ളം മഴ പെയ്താൽ പിന്നെ ഇതിലൂടെ പോകാൻ പറ്റും, അത്രയും മോശമാണ്. ആരോടാ പറയാ, ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂൾ വിടുന്ന സമയം, ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ സമയം, അതുപോലെ തന്നെ വൈകുന്നേരം രാവിലെയും വലിയ തിരക്കാണ്. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ, വലിയ ബ്ലോക്ക് ഉണ്ടാക്കും. ചെറിയ കുഴികളാണെന്ന് തോന്നുമ്പോൾ പോലും വലിയ ബ്ലോക്ക് ഉണ്ടാക്കും. നമ്മൾ നേരത്തെ ഒലോക്കോട് വരുമ്പോൾ വലിയ ക്യൂ, നമ്മൾ പോലും വേറെ നേരം ക്യൂ നിൽക്കുന്ന പോലെ വലിയ ബ്ലോക്കിൽപ്പെട്ടാണ് ഈ ഭാഗത്ത് തന്നെ എത്തിയത്. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴും ഇതേപോലെ തിരക്കിലും ബ്ലോക്കിലും പെട്ടുമാണ് നമുക്ക് നഗരത്തിലേക്ക് എത്താനും. മൽഘോഷിനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.